കോഴിക്കോടിന്റെ ഭക്ഷണ തെരുവ് യാഥാർത്ഥ്യമാകുന്നു. ഗുണമേന്മയുള്ള തെരുവ് ഭക്ഷണം ഉറപ്പുവരുത്തുകയാണെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്തൊട്ടാകെ 100 സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ ഒരുക്കുന്ന കേന്ദ്ര പദ്ധതിയുടെ പട്ടികയിൽ ജില്ല നേരത്തെ ഇടം പിടിച്ചിരുന്നു. 90ഓളം കച്ചവടക്കാർക്ക് ശുദ്ധജലം, മലിനജലം സംസ്കരിക്കാനുള്ള സൗകര്യം എന്നിവയെല്ലാം ഉറപ്പാക്കുകയെന്നാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലുള്ള കടലോരമാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ബീച്ചിൽ വെൻഡിംഗ് മാർക്കറ്റ് കം ഫുഡ് സ്ട്രീറ്റ് ആണ് ഉയരുന്നത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു 3ഇടങ്ങളിൽ പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിലും സ്ഥലം നൽകാൻ വൈകിയതിനാൽ കോഴിക്കോട് പദ്ധതി നടപ്പിലാക്കാൻ കാലതാമസം എടുക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ ഫുഡ് ഹബ്ബ് പദ്ധതി പ്രകാരം 1 കോടി രൂപയും വെൻഡിംഗ് സോൺ പദ്ധതി പ്രകാരം 2.5 കോടി രൂപയും ചെലവഴിച്ചാണ് ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ബങ്ക് വരിക എന്നുള്ളത്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒന്നാമത് അടച്ചുറപ്പുള്ളൊരു സ്ഥലം, പിന്നെ അതാകുമ്പം മറ്റൊരു അനധികൃത കച്ചവടം ഇവിടെ വരില്ല എന്നുള്ളൊരു ഉറപ്പ്. അതിൽ ഞങ്ങളെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു ആഘോഷമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ആധുനിക ഭക്ഷണത്തെരുവിന്റെ ഉദ്ഘാടനവും തറക്കല്ലിടലും ഈ മാസം 26 നടക്കും. മെയ് മാസത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാവുമെന്നാണ് പ്രതീക്ഷ. ജനം, കോഴിക്കോട്.